നമസ്തേ. ഞാൻ നിങ്ങളുടെ സ്വന്തം രാജേശ്വരി രാജേന്ദ്രൻ. ഡിസംബർ മാസം 9-ാം തീയതി നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വെളിയം ടൗൺ വാർഡിൽ നിന്ന് ഞാൻ ജനവിധി തേടുകയാണ്. പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് നൽകാനുള്ള ഒരേ ഒരു വാഗ്ദാനം എന്ന് പറയുന്നത്, അഴിമതിരഹിതമായി സ്വജനപക്ഷപാതമില്ലാതെ വികസനം എന്ന കാഴ്ചപ്പാടോടുകൂടി അതെല്ലാവരിലും അർഹതപ്പെട്ടവർക്ക് എല്ലാവർക്കും എത്തിക്കും എന്നുള്ള വാഗ്ദാനമാണ് എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ളത്. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിന്റെ പ്രാധാന്യം നിങ്ങൾക്കറിയാം. വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നത് ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലൂടെയാണ്. അപ്പോൾ ആ സംവിധാനം എല്ലാവരിലും എത്താൻ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന, എന്നോടൊപ്പം തന്നെ ഈ വെളിയം ഗ്രാമപഞ്ചായത്തിലെ 20 വാർഡുകളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് മുഴുവനും, ഒപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കും താമര അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. പ്രിയമുള്ളവരെ, വെളിയം ഗ്രാമപഞ്ചായത്തിലെ വെളിയം ടൗൺ വാർഡ്, വെളിയത്തിന്റെ ഹൃദയഭാഗമാണ് വെളിയം ടൗൺ വാർഡ്. ആ പ്രദേശത്ത് വികസനം എന്തെന്ന് ഇന്നും അജ്ഞാതമാണ്. ആ വികസനം എത്തി നോക്കാത്ത വെളിയത്തെ വികസനത്തിന്റെ പന്ഥാവിലേക്ക് നയിക്കാനാണ് ഞാൻ നിങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. വെളിയം ടൗണിൽ ഒരു പബ്ലിക് കംപ്രസർ സ്റ്റേഷനോ അതുപോലെ തന്നെ ഒരു ബസ് സ്റ്റോപ്പോ, മഴ പെയ്താൽ വെള്ളം ഒഴുകിപ്പോകാൻ ഒരു പ്രോപ്പറായ ഓട സംവിധാനമോ ഒന്നുമില്ല. മഴ പെയ്താൽ കടകളിൽ മുഴുവൻ വെള്ളം കയറുകയാണ്. അത്തരത്തിൽ വികസനം വഴിമുട്ടി നിൽക്കുന്ന ഈ പ്രദേശത്തെ വികസനം എന്താണെന്ന് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി, വികസനം എത്തിക്കുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും ഗ്രാമപഞ്ചായത്തിലേക്ക് വെളിയം ടൗൺ വാർഡിൽ മത്സരിക്കുന്ന എനിക്ക് താമര അടയാളത്തിൽ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. എനിക്ക് നൽകാനുള്ള ഒരേ ഒരു ഉറപ്പെന്ന് പറയുന്നത്, നിങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട്, നിങ്ങളിൽ ഒരാളായി നിന്നുകൊണ്ട്, നിങ്ങളുടെ അമ്മയായി, സഹോദരിയായി, കൂട്ടുകാരിയായി നിന്നുകൊണ്ട്, എല്ലാവരെയും ഒരേ കാഴ്ചപ്പാടോടുകൂടി കണ്ടുകൊണ്ട് നമ്മുടെ വികസന പ്രവർത്തനങ്ങളിൽ നിങ്ങളെ കൂടി പങ്കാളികളാക്കിക്കൊണ്ട് അഴിമതിരഹിതമായ, സ്വജനപക്ഷപാതമില്ലാതെ, കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി നമ്മൾ ഒന്നായി നിന്നുകൊണ്ട് നമ്മുടെ പ്രദേശത്തെ വികസനത്തിന്റെ പന്ഥാവിലേക്ക് നയിക്കാൻ തീർച്ചയായിട്ടും ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുന്ന എനിക്ക് താമര ചിഹ്നത്തിൽ വോട്ട് നൽകി വിജയിപ്പിക്കണം. ഒപ്പം തന്നെ മറ്റ് വാർഡുകളിലും അതുപോലെ ബ്ലോക്കിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികൾക്കും താമര അടയാളത്തിൽ വോട്ട് നൽകി കേരളത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലും വികസനത്തിന്റെ പെരുമഴക്കാലത്തിന് വേണ്ടി കാത്തിരുന്നുകൊണ്ട്, പ്രിയമുള്ളവരെ, ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.